ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവീൻ വക്കീൽ ഇങ്ങനെ വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങനെ അനാമികയും വേണുവിനെയും രേവതിയും പൂട്ടണം തന്നെ വിചാരിച്ചിട്ട് അങ്ങനെ നവീൻ വക്കീൽ കുറേ തെളിവുകളൊക്കെ കണ്ടുപിടിക്കാൻ നന്ദുവിനോടും അനിയോടും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, പഴയ കേസ് തൊട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ കൊണ്ടുതരാം, എൻ്റെ കൂടി ആവശ്യമാണ് ഇതെന്ന് പറയുക. അപ്പം നവീൻ വക്കീലും പറയുന്നുണ്ട്, നന്ദുവിനേക്കാളധികം എൻ്റെ കൂടി ആവശ്യമാണ്. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഇവരെയൊക്കെ കാണാൻ തുടങ്ങിയതാണ്, അനിയെയും അതുപോലെ മുത്തശ്ശനെയും അങ്ങനെ എല്ലാവരെയും. അവരുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം അവരെ രക്ഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഏതെല്ലാം മാർഗത്തിൽ കൂടി സഞ്ചരിച്ചിട്ടാണെങ്കിലും അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയും കള്ളത്തരങ്ങളും ഞാൻ പൊക്കും എന്ന് പറയാണ്. അതിന് വേണ്ടിയിട്ട് അവർ തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഇങ്ങനെ വാദം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശിയെ വാദിച്ച് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അനാമികയെ കയറ്റി നിർത്തി വാദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോടതി അടുത്ത ദിവസത്തേക്ക് പിരിയാണ്. അപ്പോൾ കുറേ തെളിവുകളുമായിട്ട് പിന്നെ വരികയാണ് കേട്ടോ നമ്മുടെ നവീൻ വക്കീൽ. എന്നിട്ടോ ഒരു പൊളിക്കുന്നുണ്ട്. അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി കേസ് വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനാമികയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമികയെ കയറ്റി നിർത്തി വിസ്തരിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ നവീൻ വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട്, അത് അനാമിക ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത്ര പരിശുദ്ധയൊന്നും അല്ല എന്ന് കോടതിക്ക് മുമ്പിൽ പറയാം. അപ്പം നന്ദഗോപൻ വക്കീൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സ്ത്രീയുടെ പരിശുദ്ധി തെളിയിക്കാനൊന്നും അല്ലല്ലോ ഈ കോടതിയിൽ വന്നിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് എതിർഭാഗം വക്കീൽ ഉന്നയിക്കുന്നതെന്ന് പറയുക. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. ഈ കേസിൽ അനാമിക അവളുടെ ഭാഗം പറഞ്ഞു, അവളെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു, അതിപരം എന്ത് കാര്യമാണുള്ളതെന്ന്. അപ്പോൾ നവീൻ വക്കീൽ പറയാണ്, എനിക്ക് അനാമികയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയാം. ശരി, ചോദിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ നന്ദഗോപൻ വക്കീൽ അവിടെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ നവീൻ വക്കീൽ ചോദിക്കുകയാണ്, അനാമികയെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. അനാമികയല്ലേ അനിയുടെ പുറകെ നടന്ന് വിവാഹമൊക്കെ കഴിക്കാൻ വേണ്ടി വന്ന് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ്, അതൊക്കെ പച്ചക്കള്ളവാണ്. എന്നെ ഇപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ അനന്തപുരിക്ക് ചേർന്ന മരുമകളല്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാം എന്നും എന്നെ പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എനിക്ക് ആ നന്ദുവിനെ വിവാഹം കഴിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കള്ളക്കളികളാണെന്ന് പറയണം. അപ്പം നവീൻ വക്കീൽ ചോദിക്കുന്നുണ്ട്, ശരി, അതൊക്കെ അങ്ങനെ ആകട്ടെ അനാമികയെ, എന്നാൽ ഞാൻ വേറെ ചില കാര്യങ്ങളും കൂടെ ചോദിക്കാമെന്ന് പറയാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും സത്യം തന്നെ ഞാൻ ബോധ്യപ്പെടുത്തും ഇവിടെ എന്ന് പറയാം. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അനാമിക മറ്റൊരാളെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊപ്പം ഞാൻ പുറത്ത് പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ അവരുമായിട്ട് എനിക്ക് യാതൊരു അവിഹിത ബന്ധങ്ങളൊന്നുമില്ല. അതൊക്കെ ഉള്ളത് ഈ അനിക്കാണ്. അവരാണ് നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്. അതിൻ്റെ വീഡിയോയൊക്കെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നവീൻ വക്കീൽ പറയുന്നുണ്ട്, അതൊക്കെ ഹാജരാക്കി. ഇപ്പം ഞാൻ ചോദിച്ചതിന് മറുപടി അനാമിക പറയണം എന്ന് പറയാം. അപ്പോഴേക്കും നന്ദഗോപൻ വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്, ഇതൊക്കെ നേരത്തെ തന്നെ ചോദിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്ദുവായിട്ടുള്ള ബന്ധവും അതിൻ്റെ വീഡിയോയും ഒക്കെ ഭയങ്കരമായിട്ടും എല്ലാവരും കണ്ടത് വൈറലായ കാര്യമാണ്. ഇനിയിപ്പോൾ അതിൽ ഒരു പ്രശ്നവുമില്ല, അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, അതിൻ്റെ പേരിൽ എൻ്റെ സാക്ഷിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നവീൻ വക്കീൽ പറയുന്നുണ്ട്, അങ്ങനെ അനാമികയെ ഒഴിവാക്കാൻ അവിടെ ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ അനാമിക അനന്തപുരിക്കാരെ ചതിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ചതിച്ചെന്നാണ് പറയുന്നത്? നിങ്ങൾ കേസ് വളച്ചൊടിക്കരുത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവീൻ വക്കീൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കഴിഞ്ഞ ഹിയറിങ്ങിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ, ചില തെളിവുകളൊക്കെ ഹാജരാക്കിയിരുന്നല്ലോ. അന്ന് വേണു വക്കീലിൻ്റെ റൂമിൽ വെച്ചാണ് മൂർത്തി സാറുമായി സംസാരിച്ചത്. പണത്തിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ലേലം വിളിക്കുന്ന പോലെ ചോദിച്ചപ്പോഴാണ് മൂർത്തി സാറ് വേണുവിനെ അടിച്ചത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലെന്നാണ് നന്ദഗോപ വക്കീൽ പറഞ്ഞതെങ്കിലും മൂർത്തി സാറ് അതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട് ആ വിഷ്വൽസൊക്കെ എടുത്തു വച്ചിരുന്നു. അതെല്ലാം കോടതിയിൽ സമർപ്പിക്കുകയും കോടതിക്ക് അതെല്ലാം ബോധ്യമാകുകയും ചെയ്ത കാര്യമല്ലേ എന്ന് ചോദിക്കുക.
അപ്പോൾ കോടതി പറയുന്നുണ്ട് ശരിയാണ്, ആ വിഷ്വൽസൊക്കെ കണ്ടു, അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. വേണു എന്ന് പറയുന്ന ആൾ ആർത്തി പിടിച്ച ഒരാളാണ്, പണത്തിന് വേണ്ടി ലേലം വിളിക്കുകയാണ്, അതും കോടികൾ. വേണുവിനോട് കോടതിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ മകളുടെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടികൾ അമ്മാനമിട്ട് ലേലം വിളിക്കുക എന്ന് പറഞ്ഞാൽ അതാണോ ന്യായം എന്ന് ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് കേട്ടോ, അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ, എൻ്റെ മോള് വെറുതെ ഒരിടത്തേക്കല്ല കയറി ചെന്നത്, അനന്തപുരി പോലെ ഒരു വലിയ വീട്ടിലേക്കാണ്. വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള അനന്തപുരിക്കാർ കൊടുക്കേണ്ട മാന്യമായ കോമ്പൻസേഷൻ എൻ്റെ മോക്ക് കൊടുക്കണം, അത് കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം കോടതി പറയുന്നുണ്ട് വേണുവിനോടല്ല ചോദിച്ചത്, വേണുവിൻ്റെ വക്കീലാണ് സംസാരിക്കേണ്ടതെന്ന് പറയുക. അപ്പോൾ ഉടനെ നന്ദഗോപൻ വക്കീൽ പറയാണ്, എൻ്റെ എൻ്റെ കക്ഷി പറഞ്ഞതും ശരി തന്നെയല്ലേ എന്ന് ചോദിക്കുക. അത് അനന്തപുരി പോലെ ഒരു വലിയ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോയിട്ട് വെറും കരിയേപ്പില പോലെ അവിടുന്ന് ഇറക്കി വിടാൻ നോക്കുമായിരുന്നു അനാമികയ്ക്ക് അർഹമായ കോമ്പൻസേഷൻ അവിടെ നിന്ന് കിട്ടേണ്ടത് ആവശ്യമല്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ കോടതി പറയാണ് അത് സത്യം തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ നവീൻ വക്കീൽ പറയുന്നുണ്ട് എത്രയാണ് അർഹമായ കോമ്പൻസേഷൻ? അനാമിക അനന്തപുരിയിൽ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളും അനന്തപുരിയിൽ ഉള്ളവരെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഒക്കെ ഒരുപാടാണ്. അനാമികയും അച്ഛനും അമ്മയും കൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അനന്തപുരിയിൽ കയറി കൂടിയത്. അവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി. കുറേ സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അനാമികയ്ക്ക് മറ്റൊരു കാമുകനുണ്ട്, ആ കാമുകനൊപ്പം നാട് വിടാൻ വേണ്ടി തന്നെയാണ് അനാമിക നിന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ അനാമിക അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ പച്ചക്കളാണ് പറയുന്നത്, അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടേയില്ല, അനിയോട് സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ച് ചെന്നത്, അവിടെ സുഖവും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അവിടെ നിന്ന് നേരെ എതിരായ ഫലമാണ് എനിക്ക് കിട്ടിയത്. എല്ലാവരും കൂടി എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ഒരു വിധത്തിലും അവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ തിരിച്ച് കയറ്റി കൊണ്ടുവരാൻ ചെന്നപ്പോഴേ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞത്, ഇനി ഈ വീട്ടിൽ നീ കയറരുത് വേണു, നിന്റെ മകളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വഴി വെച്ച് കണ്ടപ്പോൾ പോലും അനി എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്, കാരണത്തടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ തുടരണോ? പിന്നെ മാന്യമായിട്ട് ഡിവോഴ്സ് വാങ്ങി പോകുന്ന എനിക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ കിട്ടണ്ടേ? അതല്ലേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. അതിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരുപാട് പണമുള്ളവരായതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് നമ്മുടെ വക്കീൽ നവീൻ പറയാണ്, അനാമിക ഇങ്ങനെയൊന്നും പറയുന്നതിന് യാതൊരു തെളിവുകളുമില്ല, അനാമികയെ അനന്തപുരിയിലിട്ട് ഉപദ്രവിച്ചതിനും ഒരു തെളിവുകളുമില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അനാമികയെ. അതൊക്കെ ഈ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പം ഇതിൻ്റെ എതിരായിരിക്കും കിട്ടാൻ പോകുന്നത്. ഒറ്റ രൂപ കോമ്പൻസേഷൻ കിട്ടുകയെന്ന് തന്നെയല്ല, തിരിച്ച് നഷ്ടപരിഹാര തുക തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് കൂടി അനാമികയ്ക്ക് വരുമെന്ന് പറയാണ്. അപ്പോൾ അനാമിക ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. എന്ത് തെളിവാണ് വക്കീലിൻ്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി പറയുക അനാമികയ്ക്ക് മറ്റൊരു കാമുകനില്ലേ, അവനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അനിയെ കരുവാക്കിയത്. അനന്തപുരിയിലെ പണം കൊണ്ടുവന്നിട്ട് അവനുമായിട്ട് ഒളിച്ചോടാനല്ലായിരുന്നോ പ്ലാനെന്ന് ചോദിക്കുക. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതിന് എന്ത് തെളിവാണ് ഉള്ളത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ, അതിനുള്ള തെളിവുകൾ കാണിച്ചാൽ അനാമിക സമ്മതിക്കുമെന്ന് പറയാം. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ഞാൻ ആ തെളിവുകളൊക്കെ കാണിക്കാം. അനാമിക കാമുകനുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുന്ന തെളിവുകളുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അനിയുടെ ഫ്രണ്ട്സാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പല പ്രാവശ്യം അനാമിക കാമുകനുമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതും പലയിടത്ത് വെച്ച് കാണുന്നതും കൊണ്ട് തന്നെ അനിയുടെ ഫ്രണ്ട്സ് ഈ വീഡിയോ എടുത്ത് വച്ചിരുന്നതാണ്. വ്യക്തമായിട്ടും അനന്തപുരിയിലുള്ളവരെ ചതിച്ച് പണം കൊണ്ട് നാട് കടക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന വീഡിയോ ആണിത്. ഇത് സത്യമാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കോടതിക്ക് മുമ്പ് എല്ലാവരുടെ മുമ്പിൽ കാണിക്കുകയാണ് കേട്ടോ നവീൻ വക്കീൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആദർശും നയനയും ദേവയാനിയും ഒക്കെ ഞെട്ടിപ്പോവാണ്. ദൈവമേ, ഇവളിങ്ങനെയൊക്കെ ചെയ്തോന്ന്. അനാമിക കാമുകനോട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അവനുമായിട്ടുള്ള ഡിവോഴ്സ് വാങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, എങ്ങനെയാണ് അത് വാങ്ങിച്ചെടുക്കാന്നുള്ള ലക്ഷ്യം. അല്ലാതെ അവനെ ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ല, അവനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല അവിടെ പോയത്. അനന്തപുരിയിലെ അനന്തമായ സ്വത്തുക്കൾ കണ്ടുകൊണ്ട് തന്നെയാണ് അത് കിട്ടിയിട്ട് വേണം നമുക്ക് ജീവിക്കാൻ, ബിസിനസ് തുടങ്ങാൻ എന്നൊക്കെ.
അപ്പം കാമുകൻ പറയുന്നുണ്ട്, ഞാൻ അയർലൻഡിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അയർലൻഡിലൊന്നും നമുക്ക് പോകണ്ട. അഥവാ ഇനി അയർലൻഡിൽ പോയാലും അവിടെ പോയി നമുക്ക് ബിസിനസ് തുടങ്ങണം. അനന്തപുരിക്കാരേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ എൻ്റെ അച്ഛന് കുറേ പണം കടമൊക്കെ ഉണ്ട്, അതൊക്കെ വീട്ടണം. വക്കീലിന് ഫീസ് കൊടുക്കണം. ബാക്കി പണം കൊണ്ട് നമുക്ക് നാട് കടക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നതും പിന്നീട് അവർ അടുത്തിടപഴകുന്നതുമായ ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് അനിക്ക് ആകെപ്പാട് വിഷമായിട്ട് അനി താൻ്റെ കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അനാമികയാണെങ്കിൽ അതിനൊരു മറുപടിയും പറയാനില്ല നിൽക്കുമ്പം ചോദിക്കുകയാണ് നമ്മുടെ നവീൻ വക്കീൽ, അനാമിക ഈ വീഡിയോ കണ്ടല്ലോ, ഇത് സത്യമല്ല, ഇനിയിപ്പം AI ജനറേറ്റഡ് ആണെന്ന് പറയുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇതൊക്കെ കരുതിക്കൂട്ടി ആരോ ചെയ്തതാണ്, ഇതിലൊന്നും സത്യമില്ല, കോടതി ഈ വീഡിയോ പരിശോധിക്കണം, ഇത് ഇവർ കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ് എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, വക്കീൽ പറയാം, ഓഹോ, കോടതി ഏതൊക്കെ പരിശോധിച്ചോളും, ഈ വീഡിയോ സത്യസന്ധമാണോ കൃത്രിമമാണോ എന്ന് കോടതിക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സത്യമാണെങ്കിൽ ഈ അനാമിക ചെയ്ത കാര്യത്തിൽ നന്ദഗോപൻ വക്കീലിന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നന്ദഗോപൻ വക്കീൽ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ തെളിവുകളാണ്, ഇത്രയും നാളും ഇല്ലാതിരുന്ന ഈ തെളിവുകൾ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ പറയുകയാണ് നമ്മുടെ നവീൻ വക്കീൽ പറയുന്നുണ്ട്, അതൊക്കെ കിട്ടി, അനാമികയുടെയും അനിയുടെയും അതുപോലെ നന്ദുവിൻ്റെയും ഫ്രണ്ട്സാണ് ഈ വീഡിയോ എടുത്തത്. ഇങ്ങനെ ഒരു തെളിവിൻ്റെ ആവശ്യം വന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അനാമിക ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം. അവർ ആ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ തരികയും ചെയ്തു എന്ന് പറയാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഈ തെളിവുകൾ പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞ് നവീൻ വക്കീൽ ആ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. അനാമിക വേണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേണുവാണെ കൈകൊണ്ടിങ്ങനെ കാണിക്കുന്നുണ്ട്, എല്ലാം പൊളിഞ്ഞല്ലോ എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെയും നന്ദഗോപൻ വക്കീൽ വന്നിട്ട് പറയാണ്, ഇതൊക്കെ കെട്ടിച്ചമച്ച തെളിവുകളാണ്, വ്യക്തമായ ഒരു തെളിവുകളുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ എൻ്റെ കക്ഷി പറഞ്ഞെങ്കിൽ തന്നെ അത് വിവാഹമോചനത്തിന് ശേഷം കിട്ടുന്ന കോമ്പൻസേഷനുമായിട്ട് നാട് കടക്കാനല്ലേ, അതിനു മുമ്പ് ചതിക്കണം എന്നല്ലല്ലോ. ഏതൊരു പെൺകുട്ടിക്കും അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പം ഇറങ്ങിപ്പോകുന്നതല്ലേ അവള്. അതൊക്കെ ഇങ്ങനെ വക്രീകരിച്ച് കാണിക്കുന്നത് നവീൻ വക്കീലിൻ്റെ കുശാല ബുദ്ധിയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നവീൻ വക്കീൽ പറയാണ്, ഇനിയിപ്പം ബാക്കി തെളിവുകൾ കൊണ്ട് ഇവിടെ സമർപ്പിച്ച് കഴിയുമ്പം അനാമിക നേരെ ജയിലിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ നന്ദഗോപൻ വക്കീൽ പറയാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് എൻ്റെ കക്ഷിയെ പേടിപ്പിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട നീതി കിട്ടിയിരിക്കണം. പണത്തിൻ്റെ അഹങ്കാരം പിടിച്ച അനന്തപുരിക്കാരുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ചതിക്കപ്പെടാൻ പാടില്ല, അവർക്ക് നീതി നിഷേധിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഈ നന്ദഗോപൻ വക്കീൽ ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറയുമ്പം നവീൻ വക്കീൽ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഏതറ്റം വരെയും പോകാം, പക്ഷെ ഒരു കാര്യം നന്ദഗോപൻ വക്കീൽ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരിക്കലും അനന്തപുരിക്കാരാരെയും ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ പണമല്ല, അവർ മാന്യമായ രീതിയിൽ തന്നെ ബിസിനസ് ചെയ്ത് ന്യായമായ രീതിയിൽ ഉണ്ടാക്കിയ പണമാണ്. എനിക്ക് വളരെ പണ്ട് തൊട്ടേ ആ കുടുംബത്തെ അറിയാം, അവരാരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. ആ പണം അർഹതയുള്ള കൈകളിലേ ചെല്ലാൻ പാടുള്ളൂ. ഒരിക്കലും അനാമികയെ പോലെയും വേണുവിനെ പോലെയും ഒക്കെ ഉള്ളവരുടെ കയ്യിലേക്ക് കോമ്പൻസേഷൻ്റെ രൂപത്തിൽ പോലും അനന്തപുരിയിലെ പണം ചെല്ലാൻ പാടില്ല എന്ന് പറയണം. എന്നിട്ട് നവീൻ വക്കീൽ പറയുന്നുണ്ട്, അടുത്ത തെളിവ് ഞാൻ കോടതിയുടെ മുമ്പിൽ കാണിക്കാമെന്ന് പറയാണ്. ഇതിൽ ഗൗരവമുള്ള ഒരു തെളിവാണ്, ഒരു കൊലപാതക ശ്രമത്തിനുള്ള തെളിവാണ് എന്ന് പറയുമ്പോൾ കോടതി പറയാണ്, അങ്ങനെയും സംഭവങ്ങളുണ്ടോ എങ്കിൽ പെട്ടെന്ന് തന്നെ ആ തെളിവുകൾ സമർപ്പിക്കുക കോടതിക്ക് മുമ്പിൽ എന്ന് പറയുക. അപ്പം ഉടനെ നവീൻ വക്കീൽ പറയാണ് കേട്ടോ, അതെ, അനാമിക അന്ന് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ദേവയാനിക്ക് പാലിൽ ആരോ വിഷം ചേർത്ത് വെച്ച് കൊടുത്ത് ദേവയാനി ഹോസ്പിറ്റലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ച് കരൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത ഒരു സംഭവം. അപ്പോൾ അനാമിക പറയാണ്, തീർച്ചയായിട്ടും ഞാനത് ഓർക്കുന്നുണ്ട്, അത് മറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ആ കുടുംബത്തിൽ സംഭവിച്ചാണ്. അവിടുത്തെ മൂത്ത മരുമകൾ നയനയുടെ കയ്യബദ്ധം മൂലം സംഭവിച്ചതാണ്. നയന തന്നെ കരൾ കൊടുത്ത് അമ്മായിയെ രക്ഷിക്കുകയും ചെയ്തു. ഓഹോ, അങ്ങനെ സംഭവിച്ചതെന്നുള്ളതിന് അനാമികയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പാണ്, കാരണം ആ പാല് കാച്ചി വെച്ചത് നയനയാണ്. അവളുടെ ചേച്ചി നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ച പാലാണത്. അത് വല്യമ്മ എടുത്ത് കുടിച്ച് വല്യമ്മ അത്യാസന്ന നിലയിലാകുകയായിരുന്നു ചെയ്തത്. ഒന്നെങ്കിൽ നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി പാലിൽ വിഷം ചേർത്ത് വെച്ചു, അല്ലെങ്കിൽ വല്യമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി പാലിൽ വിഷം ചേർത്ത് വെച്ചു. എന്തായാലും അത് ചെയ്തത് നയന തന്നെയാണ് എന്ന് തീർത്ത് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ വക്കീലും പറയുന്നുണ്ട്, നന്ദഗോപൻ വക്കീൽ, അതെ, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണല്ലോ, ഈ കേസിനെ ബാധിക്കാത്ത ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഇവിടെ എടുത്തിടുന്നത്?
അപ്പം പറയുകയാണ് നവീൻ വക്കീൽ, ഈ കേസിനെ ബാധിക്കാത്ത കാര്യമല്ല ഇത്. ഈ കേസിനെ ഏറ്റവും അധികം കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിതെന്ന് പറയുക. അപ്പോൾ കോടതി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറയാണ്. അപ്പോൾ പറയാണ്, ഈ അനാമികയ്ക്ക് ആനന്ദപുരിയിലുള്ള എല്ലാവരോടും ദേഷ്യമായിരുന്നു, പ്രത്യേകിച്ച് നയനയോടും നവ്യയോടും ഒക്കെ. നവ്യ ഗർഭിണിയായിരുന്ന സമയത്ത് നവ്യയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അനാമിക. ആ സമയത്ത് അനാമികയുടെ അമ്മ രേവതിയും ആ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സമയം നവ്യയോട് ദേഷ്യപ്പെട്ടിട്ട് നവ്യ ഗർഭിണിയായിരുന്ന നവ്യയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നവ്യ മരിച്ചില്ലെങ്കിൽ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞെങ്കിലും മരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നവ്യയ്ക്ക് കുടിക്കാനായിട്ട് നയന തിളപ്പിച്ചു വെച്ച പാലിൽ വിഷം ചേർത്ത കണ്ണി ചോരയില്ലാത്ത മനുഷ്യരാണ് അനാമികയുടെ അമ്മ രേവതിയും. അവർ രണ്ടുപേരും കൂടെ ആ ക്രൂര കൃത്യം ചെയ്തിട്ട് മാറി നിന്ന് നോക്കുമായിരുന്നു നയനെ ആ പാലെടുത്ത് കുടിക്കുന്നതും അതിനുശേഷം നവ്യയുടെ കുഞ്ഞ് ഇല്ലാതാവുന്നതും നവ്യ വേദന കൊണ്ട് പുളയുന്നുണ്ടോ എന്നും. പക്ഷെ ആ സമയം നവ്യയുടെ ഭാഗ്യത്തിന് നവ്യയ്ക്ക് അത് സംഭവിച്ചില്ല. പക്ഷേ ദേവയാനി ആ പാലെടുത്ത് കുടിക്കുകയും ദേവയാനി അത്യാസന്ന നിലയിലാകുകയും ചെയ്തു. മരണത്തോട് മല്ലടിച്ച ദേവയാനി ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു വന്നത്. അങ്ങനെ ഒരു കൊലപാതക ശ്രമം നടത്തിയ കണ്ണി ചോരയില്ലാത്ത ആൾക്കാരാണ് ഈ അനാമികയും അതുപോലെ അവളുടെ അമ്മ രേവതിയും ഇതിന് സഹായം ചെയ്തു കൊടുത്ത വേണുവും. അവരെയൊക്കെ അനന്തപുരിക്കാർ ഇനിയും വിശ്വസിക്കണമെന്നാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക ഞെട്ടുകയാണ് കേട്ടോ, ദൈവമേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ തന്നെ നന്ദഗോപൻ വക്കീൽ പറയാണ്, എന്താ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ആവശ്യമില്ലാത്ത കഥകളൊക്കെ കെട്ടിച്ചമച്ചേർക്കുന്നത്. ഒരിക്കലും ദേവയാനിയെ കൊല്ലാൻ അനാമിക നോക്കിയിട്ടേ ഇല്ല എന്ന് പറയുക. അപ്പോൾ അനാമിക പറയാണ്, വിഷം ചേർത്തെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ ഞാൻ ഒരിക്കലും വല്യമ്മയെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, നവ്യയോടുള്ള ദേഷ്യത്തിന് ചെയ്തതാണ്, നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി. അപ്പം പറയാം നവീൻ വക്കീലും, കേട്ടോ കോടതി, ഒരു പിഞ്ചു കുഞ്ഞിനെ ജനിക്കുന്നതിന് മുമ്പേ കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം ചേർത്ത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അനാമികയുടെ മനസ്സ് എത്ര ക്രൂരമാണെന്ന് കോടതി മനസ്സിലാക്കിക്കോണമെന്ന് പറയാണ്. അപ്പം ഉടനെ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ അല്ലേ ഉള്ളൂ, എൻ്റെ കക്ഷിയെ സ്വാധീനിച്ച് തെളിവുകളില്ലാത്ത ഒരു കാര്യം എൻ്റെ കക്ഷിയുടെ തലയിൽ കെട്ടിവെക്കല്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ നവീൻ വക്കീൽ പറയാം, അങ്ങനെ തെളിവുകളൊന്നും ഇല്ലാതില്ല, തെളിവുകളുണ്ട്, അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ്. അപ്പോൾ അനാമിക ഞെട്ടിപ്പോവാ, ഇതിനെന്ത് തെളിവാണ് ഇനി ഇരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് രേവതി വേണു ഒക്കെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. അപ്പോഴാണ് വക്കീൽ വീണ്ടും ഒരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ആ വീഡിയോയിൽ അനാമികയും വേണുവും രേവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മൾ പാലിൽ വിഷം ചേർത്ത് വെച്ച് നവ്യയെ കൊല്ലാൻ നോക്കിയിട്ട് അത് ദേവയാനിയാണല്ലോ എടുത്ത് കുടിച്ചത്. ഈ സംഭവം ആനന്ദപുരിയിൽ ആരെങ്കിലും അറിഞ്ഞാൽ എന്താകും, ഇതൊക്കെ അവളുമാർ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഉടനെ നന്ദഗോപൻ വക്കീൽ ചോദിക്കുക, ഈ തെളിവിപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആരെ ഈ വിഷ്വൽസൊക്കെ ഇപ്പോൾ എടുത്തു തന്നത്? ഇതൊക്കെ നിങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കാം. അപ്പം പറയുന്നുണ്ട് നമ്മുടെ നവീൻ വക്കീൽ, ഇതൊക്കെ തന്നത് ആദർശിൻ്റെ അമ്മ ദേവയാനിയാണ്. ദേവയാനി അന്ന് അനാമികയുടെ വീട്ടിൽ അനാമികയെ കണ്ട് കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വരുവാൻ പോയിരുന്നു. അന്ന് ചെന്നപ്പോൾ സിറ്റ് ഔട്ടിൽ വച്ച് തന്നെ ദേവയാനിക്ക് കേൾക്കാനിടയായ കാര്യമാണ് വേണുവും രേവതിയും അനാമികയും കൂടി പാലിൽ വിഷം ചേർത്ത കഥ പറയുന്നത്. അത് കേട്ട് ഞെട്ടിത്തരിച്ച് നിന്ന് ദേവയാനി അതെല്ലാം അപ്പോൾ തന്നെ വീഡിയോ എടുക്കുകയായിരുന്നു. അത് ദേവയാനിയുടെ ഫോണിലുണ്ടായിരുന്നു. ഈ കേസിൻ്റെ ആവശ്യം വന്നപ്പോൾ അത് എൻ്റെ മുന്നിൽ സമർപ്പിക്കുക ചെയ്തത്. ഇതിൽ പരം തെളിവിന്റെ ആവശ്യമുണ്ടോ? വ്യക്തമായ തെളിവുകളല്ലേ, സംസാരിക്കുന്ന തെളിവുകൾ. 3 പേരും കൂടെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത ഒരു കൊലപാതക ശ്രമത്തിന്റെ തെളിവാണിത്. ഇതെല്ലാവരും കാണണം. ഇതിൽ പരം ഒരു തെളിവ് അനാമികയ്ക്കെതിരെ വേണോ? ഒരു വീട്ടിലുള്ളവരെ കൊല്ലാൻ വരെ ശ്രമിച്ച സ്ത്രീയാണിവര് എന്നൊക്കെ വാദിക്കാണ് നവീൻ വക്കീല്. അപ്പോൾ ദേവയാനിയെ കയറ്റി നിർത്തി നന്ദഗോപൻ വക്കീൽ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, ഞാൻ അന്ന് അനാമികയുടെ വീട്ടിൽ അനാമികയെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നപ്പോഴാണ് ഈ സത്യം അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാനത് വീഡിയോയിൽ എടുത്തിരുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അച്ഛനെയും അമ്മയും കാണിച്ചില്ല, ആദർശനെയും നയനെയും മാത്രമേ കാണിച്ചുള്ളൂ. ഇപ്പോൾ ഇങ്ങനൊരു തെളിവിൻ്റെ ആവശ്യം വേണ്ടി വന്നു. അമ്മയെ കൂടി കോടതിയിൽ കയറ്റി നിർത്തി പിച്ചി ചീന്തിയ ഇവളെ വെറുതെ വിടാൻ പറ്റില്ല. ഇവളാണെന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ച് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. കൊലപാതക ശ്രമത്തിന് തന്നെ ഇവക്കെതിരെ കേസെടുക്കണം. ഇതുപോലൊരു ദുഷ്ട അനന്തപുരി തറവാട്ടിൽ ഇനി വേണ്ട. വേറെയും ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ അനാമിക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോഴേക്കും കോടതിക്ക് മനസ്സിലാകാണ്. കോടതി പറയുകയാണ് കേട്ടോ, വാദങ്ങളെല്ലാം കണ്ടു, തെളിവുകളെല്ലാം കണ്ടു. ഈ തെളിവുകളെല്ലാം പരിശോധിച്ചിട്ട് കോടതി കൂടാമെന്ന് പറയാണ്. അങ്ങനെ തെളിവുകളെല്ലാം പരിശോധിച്ച് അടുത്ത സിറ്റിങ്ങിന് കോടതി കൂടുകയാണ്. കോടതി കൂടുമ്പം തന്നെ വിധി പ്രസ്താവിക്കുകയാണ് കേട്ടോ.
അനാമിക ചെയ്ത കള്ളത്തരങ്ങളുടെ എല്ലാം തെളിവുകൾ നിരത്തിയതനുസരിച്ച് അനാമികയ്ക്ക് ശിക്ഷ കൊടുക്കുകയാണ്. അനാമികയ്ക്ക് 10 വർഷം തടവും അതുപോലെ തന്നെ 2 കോടി രൂപ പിഴയും അടയ്ക്കണമെന്നുള്ള ഒരു സംഭവം വരികയാണ് കേട്ടോ. കോടതി വിധിക്കുകയാണ്. 1 രൂപ കോമ്പൻസേഷൻ അനാമികയ്ക്ക് കൊടുക്കേണ്ടതില്ല എന്നും അനന്തപുരിയിൽ ഇതുപോലെ കൊലപാതകം വരെ ആസൂത്രണം ചെയ്തവളാണെന്നും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അനിയെ വിവാഹം കഴിച്ചത് പണത്തിന് വേണ്ടിയിട്ടെന്നും കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണെന്ന് പറയാം. അങ്ങനെ അനാമികയെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന വഴി മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം ഇവളോട് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. എന്നിട്ട് പറയാം, അതെ അനാമികയെ, നീ ആ വീട്ടിൽ വന്ന് കയറിയപ്പം നിന്നെ സ്വന്തം മോളെ പോലെ കരുതിയവളാ അതേ വസുന്ധര. എന്നിട്ട് നീ അവളെ കോടതി കയറ്റി കരയിച്ചില്ലേ? എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിന്നോട് ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളാരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ തകർക്കാനല്ലേ അനാമിക നീ ശ്രമിച്ചത്? അതിൻ്റെ വ്യക്തമായ തെളിവുകളും കണ്ടില്ലേ? നീ എന്താ വിചാരിച്ചത് ഈ മൂർത്തിയെക്കുറിച്ച്? നിന്നെ എന്തു പറഞ്ഞ് 20-30 കോടി രൂപ തന്ന് സമാധാനിപ്പിക്കുമെന്നാണോ? ഇനിയിപ്പം നീ തന്നെ ഇങ്ങോട്ട് പിഴ അടയ്ക്കേണ്ടേ? അനുഭവിക്കാനുള്ള നീ തന്നെ അനുഭവിക്കണം. ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അനാമികയെ നീ അനുഭവിക്കാൻ പോകുന്നതെന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അനാമികയെ കൊണ്ടുപോവുക. അപ്പം വേണു അവിടെ നിന്നിട്ട് മോളെ എന്ന് വിളിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അച്ഛ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇറക്കണം, ആ കോമ്പൻസേഷൻ എങ്ങനെയെങ്കിലും കൊടുക്കണം 2 കോടി രൂപ. അപ്പോൾ വേണു പറയുക, ഞാൻ എങ്ങനെ 2 കോടി ഉണ്ടാക്കാനാ മോളെ, നീ ഒന്ന് ചിന്തിച്ചേ എന്ന് പറയുമ്പോഴേക്കും അനാമികയെ കൊണ്ടുപോവാണ് കേട്ടോ അറസ്റ്റ് ചെയ്ത്. പിന്നെ ബാക്കി ഇനി അറസ്റ്റൊക്കെ വേണുവിനും രേവതിക്കും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ വരുന്നേ ഉള്ളൂ. അങ്ങനെ അനാമികയുടെ കള്ളത്തരെല്ലാം പൊളിച്ച് ആ കേസ് അനന്തപുരിക്കാർ വിജയിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നാലും നമ്മുടെ ജാനകി സമ്മതിച്ചു തരുന്നില്ല. ജാനകി പറയാണ്, അനാമിക മോളെ കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കുടുക്കിയെന്ന്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്